ചെർപ്പുളശ്ശേരി നഗരസഭയിൽ കർഷകർ ഗുണഭോക്തൃവിഹിതവുമായി കൃഷിഭവനിൽ അടച്ച തുക കൃഷി ഓഫീസർ തിരിമറി നടത്തിയതായി പരാതി. വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നതിന് പിന്നാലെ CPM പ്രതിനിധികൾ കൃഷി ഓഫീസറെ തടഞ്ഞുവെച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭ 2023-24, 2024-25 വാർഷിക പദ്ധതികളിൽ നിന്നായി കർഷകർക്ക് ചുണ്ണാമ്പ്, ഗ്രോ ബാഗ് ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്ത ഇനത്തിൽ ഗുണഭോക്തൃവിഹിതമായി വിവിധ പാടശേഖര സമിതികൾ കൃഷി ഓഫീസർക്ക് കൈമാറിയ തുകയാണ് കൃഷി ഓഫീസർ തിരിമറി നടത്തിയതായി പരാതി ഉയരുന്നത്. പദ്ധതിക്കായുള്ള നഗരസഭാ വിഹിതം നഗരസഭ അടച്ചിട്ടുണ്ട്. എന്നാൽ ഗുണഭോക്തൃ വിഹിതമായി വിവിധ പാടശേഖര സമിതികൾ സമാഹരിച്ചു നൽകിയ 3 ലക്ഷത്തിലധികം രൂപയാണ് ഓഫീസർ തിരിമറി നടത്തി എന്ന് പറയുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള അഗ്രോ എന്ന ഏജൻസിക്കുമാണ് നഗരസഭ പണം നൽകേണ്ടിയിരുന്നത്. ഏജൻസിക്കും സഹകരണ ബാങ്കിനും പണം ലഭിക്കാത്തതിനെ തുടർന്ന് കൃഷി ഓഫീസർക്ക് നിരവധി തവണ നഗരസഭയും സർവീസ് സഹകരണ ബാങ്കും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ യാതൊരുവിധ മറുപടികളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള CPM പ്രതിനിധികൾ കൃഷിഭവനിലെത്തി പ്രതിഷേധം അറിയിച്ചത്. വിഷയത്തിന്റെ വസ്തുത കൃഷി ഓഫീസർ വ്യക്തമാക്കണമെന്നും എത്രയും പെട്ടെന്ന് കർഷകർ നൽകിയ തുക ബാങ്കിലടയ്ക്കണമെന്നും CPM പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ നഗരസഭ ഭരണസമിതിക്ക് യാതൊരു ബന്ധമില്ലെന്നും തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് പണമടയ്ക്കാൻ വൈകിയതെന്നും കൃഷി ഓഫീസർ വ്യക്തമാക്കി. വിഷയത്തിൽ ജൂൺ 25-നകം കൃഷി ഓഫീസർ പണമടയ്ക്കാമെന്ന ഉറപ്പിന്മേലാണ് CPM പ്രതിനിധികളും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ, നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ് ഉൾപ്പെടെയുള്ളവർ കൃഷിഭവൻ വിട്ടത്. ഇവിടെ ഈ ഓഫീസർ ഗസറ്റഡ് ഓഫീസറാണ്. അദ്ദേഹം മാതൃക കാണിക്കേണ്ടതാണ്. കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറാണ്. അദ്ദേഹമാണ് ആ ഗുണഭോക്തൃ വിഹിതമായിട്ടുള്ള നേരത്തെ പറഞ്ഞ കൃഷിക്കാരിൽ നിന്ന് കാശ് വാങ്ങി പാടശേഖര സമിതിയുടെ കാശടച്ച് ആ സംഖ്യ മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ കൃത്യവിലോപനത്തിന് ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസറെയല്ല, പാലക്കാട്ടെ അഗ്രികൾച്ചർ ഓഫീസറും ഇതിന് കൂട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ, നഗരസഭ ഒരു മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ, MLA കഴിഞ്ഞാൽ അടുത്ത നഗരസഭ ചെയർമാനെയാണ് ഇവിടെയുള്ള സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി ആര് തരണം? മേലുദ്യോഗസ്ഥൻ തരണം. തന്നിട്ടില്ല. നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൊടുത്തിട്ടും അതിനും മെമ്മോ കൊടുത്തതിന് മറുപടി തന്നിട്ടില്ല. ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അപ്പൊ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് CPM പറയുന്നു, ഇതിന്റെ അഴിമതി പൂർണ്ണമായും നടത്തിയിട്ടുള്ള കൃഷി ഓഫീസറാണ്. അന്ന് മാത്രമല്ല, അതിന് കൂട്ടുകച്ചവടം നടത്തുന്ന അയാളുടെ മേലുദ്യോഗസ്ഥനാണ്. കൃഷി ഓഫീസർ നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് 25/6/2025 അദ്ദേഹം കൈപ്പറ്റിയിട്ടുള്ള കാശ് പൂർണ്ണമായിട്ടും അടയ്ക്കാം എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ പോവുകയാണ്. കർഷകർക്ക് വേണ്ടി ചുണ്ണാമ്പ് ഇനത്തിൽ വിതരണം നടത്തുന്ന കാര്യത്തിൽ നഗരസഭാ വിഹിതം സർവീസ് സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് നഗരസഭ അടച്ചിട്ടുണ്ട്. ഇതിൽ വിവിധ പാടശേഖര സമിതികൾ വഴി കർഷകർ നൽകുന്ന വിഹിതമാണ് ഇവിടെ കൃഷി ഓഫീസർ നേരിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഞങ്ങളത് നേരിട്ട് ഈ വിഷയം ഈ കമ്പനിക്ക് ലഭിച്ചിട്ടില്ല, പണം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരിട്ട് കൃഷി ഓഫീസറുമായി ആ സമയം തന്നെ വന്ന് അന്വേഷിക്കുകയും ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ് ചില പാടശേഖര സമിതികൾ പണം നൽകാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അത് ലഭിച്ച ഉടൻ തന്നെ ആ പണം നഗരസഭയിൽ അടച്ച് അത് അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയത്. എന്നാൽ കുറച്ച് സമയം വരേക്കും അദ്ദേഹം ആ പണം തിരിച്ചടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ല. ബന്ധിതമായിക്കൊണ്ട് ആ കർഷകർ നൽകിയ വിഹിതം അടക്കുന്ന കാര്യത്തിൽ കൃഷി ഓഫീസർ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായിക്കൊണ്ട് തന്നെ നടപടിയും ആ സമയം ഈ വിഷയം അറിഞ്ഞ സമയം മുതൽ തന്നെ ബന്ധപ്പെട്ട സെക്രട്ടറി കൃഷി ഓഫീസർക്ക് ഇതിൻ്റെ കത്ത് നൽകിയിട്ടുണ്ട്. ചെയർമാൻ ബന്ധപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കത്തിന് മറുപടി നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കൃഷി ഓഫീസർക്ക് ഇതിൻ്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഒരു ഔദ്യോഗിക സംവിധാനത്തിലൂടെ എന്തെല്ലാം രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നേരിടാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഭരണസമിതിയും ചെയർമാനും ഇതിനെതിരെ നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങൾ വളരെ പുച്ഛത്തോടു കൂടി, ലാഘവത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. MA Sons Gold and Diamonds, MA Tower, Main Road, ചെർപ്പുളശ്ശേരി.